നമസ്കാരം. ഓണമാണ് വരുന്നത്. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു സദ്യ വിഭവമാണ് ഞാൻ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യാൻ പോകുന്നത്. സാമ്പാർ ആദ്യം നമുക്ക് വെക്കാം. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം പരിപ്പ് ഒഴിക്കുന്നു. ഓക്കെ, ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. പരിപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലുണ്ടാവണ എല്ലാ കഷ്ണങ്ങളും നമുക്ക് എടുക്കാം. ചേമ്പിട്ടാൽ നല്ലതാട്ടോ, നല്ല കൊഴുപ്പ് വരും ചേമ്പിട്ടാൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കായ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, പയറ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക, തക്കാളി, അത് ഞാൻ രണ്ടാമത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വയ്ക്കും. കുക്കറിൻ്റെ കൂടെ ഇടേണ്ട ആവശ്യമില്ല. നമ്മളിത് വേവിക്കുന്നതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം അത് വേവട്ടെ. നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്ത്, സാമ്പാറിന് വേണ്ടി തന്നെയാട്ടോ കടുക് വറുത്ത്, തക്കാളിയും വെണ്ടയ്ക്ക, ഞാൻ വെണ്ടയ്ക്ക അത്യാവശ്യം നന്നായി വാട്ടുള്ളൂ. തക്കാളി ഒന്ന് ലാസ്റ്റ് ഇടത്തേ ഉള്ളൂ. പൊടികളും എല്ലാം ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് അവിടെ കഷ്ണം വേവും. കടുകൊരു സ്വല്പം ഇടണം. ഞാൻ വത്തൽ മുളക് ഇടും കേട്ടോ. വത്തൽ മുളക് 2 പീസ് ഇടും. ഞാൻ ഇടുന്നത് ഉലുവാപ്പൊടി, അത്യാവശ്യം വേണ്ടതാണ്. ഉലുവയുടെ ടേസ്റ്റ് സാമ്പാറിൽ ഒരു വലിയൊരു ഘടകമാണ്. പിന്നെ കായം, ഞാൻ ഉപയോഗിക്കുന്ന LGയുടെ കായ കേട്ടോ, പരസ്യമൊന്നുമല്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ അമ്മ തൊട്ട് ഉപയോഗിക്കുന്ന കായമാണിത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ കട്ടിയുള്ള കായമാണ് നല്ലത്. അപ്പം ഇതൊന്ന് പൊട്ടി നല്ല മണമാട്ടോ വരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഞാൻ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയുണ്ട്. വെണ്ടയ്ക്ക ആദ്യം വെണ്ടയ്ക്ക ഇട്ട് നമുക്കൊന്ന് വാട്ടാം. ഞാൻ വെണ്ടയ്ക്ക നന്നായി ഇടും കേട്ടോ, കാരണം എൻ്റെ ഇവിടെ വീട്ടിലെല്ലാവർക്കും വെണ്ടയ്ക്ക ഇഷ്ടം. സാമ്പാറിനും ടേസ്റ്റ് വെണ്ടയ്ക്ക കൊണ്ട് മാത്രം സാമ്പാർ ഉണ്ടാക്കാനും പറ്റും. കഷ്ണം പുറത്ത് പോയി, ഞാനത് എടുത്തിട്ടു. ഓണമൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഒരു ഫസ്റ്റ് ഇത് തന്നെ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തത് നമ്മുടെ പച്ചക്കറി നാടൻ വിഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇടുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാട്ടോ. ശരിക്കും ഉണ്ടാക്കാം. പരിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക്, പരിപ്പ് ഗ്യാസായിട്ടുള്ളവർക്ക് ഒരു കുറച്ച് പച്ചരി വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അതൊരു ഈ സമയത്ത് ഒരു സ്പൂണും കൂടെ ഇട്ടാൽ സാമ്പാറിന് പരിപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് ഇത് റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നതാണ്. ഞാൻ പക്ഷേ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ സാമ്പാർ പൊടി ഇട്ടു. സാമ്പാർ പൊടിയുടെ കൂടെ ഒരു 2 സ്പൂൺ മല്ലി ഇട്ടു. ഇത്തിരി തീ കുറയ്ക്കുക. പിന്നെ ഒരിത്തിരി മുളക് പൊടി, ഈ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് മഞ്ഞളും ഇത്രയും ഇട്ടിട്ട് ഇത് ഒന്ന് അതൊന്ന് മൂക്കണം. ആ മൂക്കിലാണ് ശരിക്കും പറഞ്ഞാൽ, മൂത്ത് വരണയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. കാരണം സാമ്പാറിൻ്റെ നമ്മൾ ഉണ്ടാക്കുമ്പം അതിലൊക്കെ വീട്ടിൽ വരെ മണം എത്തുന്നതാണ് പണ്ടത്തെ പഴമക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കൂടി ഇട്ട് കുക്കറിലിട്ട് എളുപ്പത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അങ്ങനെ നമുക്ക് നടക്കാതെ പോണത്. ഇത് ചുമ വരണം.
കണ്ടോ, ഇതൊരു ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, ഈ ഒരു പരുവത്തിലോട്ട് ആക്കുക. എന്നിട്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ലേ, തക്കാളി ഇതിലോട്ട് ഇടുക. ഞാൻ ഇത്തിരി കൂടുതൽ വെച്ചു. സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് ഇഷ്ടമാണ്, എൻ്റെ 2 മക്കൾക്കും ഇഷ്ടമാണ്. 2 പെൺകുട്ടികളുണ്ട്, 2 പേർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ സാമ്പാർ സാദവും ഉണ്ടാക്കും ഞങ്ങൾ ഇടയ്ക്ക്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി കേട്ടോ. ഒന്നിതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ ഇത് ഓഫ് ചെയ്യാം. ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം വേണം, കുറച്ചല്ല അത്യാവശ്യം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം. ഉപ്പിടണം. ഞങ്ങളുടെ ഇവിടെ ഉപ്പ് ഇത്തിരി കുറവ് മതി, അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഇടുന്നുള്ളൂ. ഉപ്പിട്ടു. ഇനി നമുക്ക് ഇതിൽ പുളി പിഴിഞ്ഞ് വയ്ക്കണം. പുളി ഞാൻ എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. പുളി നന്നായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വേണം. വളംപുളിയാണ് വേണ്ടത്. എനിക്കിവിടെ ഒരു ഹിന്ദിക്കാരി കുട്ടി ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ. പുള്ളിക്കാരി കുടംപുളി ഇട്ട് വയ്ക്കും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, നമുക്കത് മനസ്സിലാവുകയില്ല. നല്ല ടേസ്റ്റാണ്, പക്ഷെ എനിക്കത് വെക്കാൻ അറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ അറിയേയില്ല. അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പുള്ളിക്കാരി ചെയ്യണത്. ലക്ഷ്മി എന്നായിരുന്നു പേര്. ഇത് നമ്മൾ പുളി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് അളവുകൾ ഇട്ട് തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എളുപ്പം ഉണ്ടാക്കാനായിട്ട് അരി വറുത്ത് പൊടിച്ചു വെച്ചാൽ സാമ്പാർ എളുപ്പം നമുക്കൊരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സാമ്പാർ. കാരണം നമുക്ക് ഇത് വെന്ത് വരാനും പരിപ്പ് വെന്ത് വരാനും പരിപ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ വയറിലുണ്ടാവുന്നവർക്കൊക്കെ വയസ്സായവർക്കൊക്കെ ഈ അരി പൊടിച്ച് വെച്ചാൽ മതി. നല്ല കുറുകിയും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അമ്മ അങ്ങനെയായിരുന്നു. അമ്മ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോഴേ അമ്മ ചെയ്തു വയ്ക്കും. അതായിരുന്നു അമ്മയുടെ ഒരു രീതി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിയലിൻ്റെ കഷ്ണം അരിയാൻ പോയായിരുന്നു. സാമ്പാർ റെഡി. അപ്പോൾ എത്ര മിനിറ്റ് എടുത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോയെന്ന്. പൊടിക്ക് ഉപ്പും കൂടെ വേണം, പൊടിക്ക് ഒരു ഉപ്പ്. അപ്പം സാമ്പാർ റെഡി. ഇനി ലാസ്റ്റ്, അതായത് ലാസ്റ്റ് ആകുമ്പം കുറച്ച് അറിയാമല്ലോ നമ്മുടെ മല്ലിയില ചേർത്ത്, മല്ലിയിലേനെ അങ്ങ് അതിലോട്ടിടുക. ഭയങ്കര ഫ്ലേവർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില. ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ മല്ലിയില ഇട്ടാലേ അതിന് നമ്മുടെ സാമ്പാറിനൊരു ടേസ്റ്റ് വരുള്ളൂ. മല്ലിയില നല്ല കുറച്ച് ഫ്രഷ് കരിവേപ്പില ഇട്ട് സാമ്പാർ റെഡി. കണ്ടോ, സാമ്പാർ റെഡിയായി. ഒരു 15 മിനിറ്റ്സേ എടുത്തുള്ളൂ എനിക്ക് സാമ്പാർ വെക്കാൻ. ഇതിനാണ് നമ്മൾ ഓടിപ്പിടച്ച് സദ്യക്കാരെ അന്വേഷിച്ച് ഓണത്തിന് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ,
എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാലും ഇവർ ചെയ്യിപ്പിക്കത്തില്ല. കാരണം അവർക്ക് എല്ലാവരുടെ കൂടെ ഉണ്ടാക്കുന്ന ആ സാധനങ്ങൾ കിട്ടിയാൽ തന്നെ സന്തോഷമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ റെഡി.